ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയാലോ? ഇത് ഞാൻ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. സൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഇത്രയും ടൈം എടുത്തു. ഫുൾ ഡേ ഒന്നുമില്ല, അതായത് ഒരു ഈവനിങ് തൊട്ട് നൈറ്റ് തിരിച്ച് നമ്മളിവിടെ എത്തുന്നത് വരെയുള്ളൊരു വീഡിയോ. അപ്പോൾ അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അമ്മേനെ വീഡിയോയിൽ എടുക്കുന്നതാണ് കേട്ടോ. അത് ഇടയ്ക്ക് അങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഞാൻ ആ ഒരു കാര്യം മൈൻഡ് ചെയ്യാറില്ല. നമ്മളെ വീട്ടിലുള്ളവരല്ലാതെ പിന്നെ പുറത്തുള്ളവരെ പോയിട്ട് നമുക്ക് വീഡിയോയിൽ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനത് നോർമൈൻഡ് എന്നുള്ള രീതിയിലെടുക്കും. അമ്മയ്ക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പറയുന്നല്ലാണ്ട്, അല്ലാണ്ട് ആൾ ഓക്കെയാണ്. അപ്പോൾ കുക്കി നല്ല കളിയാണ്. അവിടെ ഒരാൾ വണ്ടി കഴുകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാക്ക് സൈഡിൽ കൃഷിയുണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെറിയുള്ളിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിന് മരുന്നടിക്കുക എന്തോ ചെയ്യുന്നതാണ് ഡ്രോൺ വെച്ചിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുന്നേ, അതായത് നമ്മൾ ഈ വീട്ടിലേക്ക് താമസം തുടങ്ങി വന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് വാഴ കൃഷിയായിരുന്നു. ഒരു 1.5 കൊല്ലം വാഴ തന്നെയായിരുന്നു. കടയിലേക്ക് ഇല കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്തായിരുന്നു. അതിന് ശേഷം പിന്നെ ചെറിയുള്ളി, പിന്നെ കഴിഞ്ഞ തവണ ചോളമായിരുന്നു. ചോളം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ചെറിയുള്ളി തന്നെ കൃഷി ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കുക്ക് എങ്ങനെ നമ്മളെ കൂടെ വരില്ല. സാധാരണ ഞങ്ങൾ ആരെങ്കിലും വണ്ടിയിൽ കയറിയിരുന്ന അന്നേരം ചാടി നമ്മളെ കൂടെ വരുന്ന കുക്കി ഇപ്രാവശ്യം നമ്മളെ കൂടെ വന്നിട്ടേ ഇല്ല. അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അമ്മയുടെ അടുത്ത് നിന്ന് അവൾ വരുന്നില്ലായിരുന്നു. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല. ദാ ഈ കയറി ഇരുന്നത് തൊട്ട് പിന്നെ കുക്കി നമ്മളെ കൂടെ വരില്ല. ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് കുറേ വിളിച്ചു. അപ്പോൾ എന്നോട് പൊക്കോളാനാണ് അവൾ പറയുന്നത്. അവൾ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവളെ ഇതാക്കാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് മുന്നോട്ട് വന്നിട്ടും ആൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആൾ കൂളായിട്ട് അവിടെ നിന്നു. ലാസ്റ്റ് പിന്നെ അമ്മ അവളെയും കൊണ്ട് അത്രയും ദൂരം നടന്ന് നമ്മളുടെ വണ്ടിയിൽ കയറി. അച്ഛൻ ബാക്കിൽ അവരുടെ വണ്ടിയും കൊണ്ട് വന്നു. അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ അമ്മ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ വണ്ടി തിരിച്ച് കയറാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു വന്നത്. പക്ഷെ എന്നിട്ടൊന്നും ഉറങ്ങുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം, അതായത് റിംഗ് റോഡുണ്ട്, നമ്മളെ പാലക്കാട് പോകുന്ന ആ റോഡുണ്ട്. ആ റോഡ് കയറിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഫോൺ വെച്ച് കൊടുത്തു. സാധാരണ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല. ഫോൺ വെച്ച് കൊടുത്ത സമയത്ത് ആളത് മറന്നുപോയി. ആ സമയം കൊണ്ട് അമ്മ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഒരു ബൈ പോലും പറയാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇവളുടെ ശ്രദ്ധ മാറുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പോകണമല്ലോ. അല്ലെങ്കിൽ അവൾ വരില്ല എന്നുള്ളത് കൺഫേം ആണ്. ഇപ്പം ഈ അറിവായി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ. മുമ്പെന്ന് വെച്ചാൽ എടുത്തിട്ട് പോയാൽ ആയിരിക്കും, ചെറിയൊരു വിഷമം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം ഡയറക്റ്റ് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി. അതായത് അമ്മ, അമ്മ, മാമൻ, അപ്പ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഇത് നമ്മൾ റിംഗ് റോഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വീട് ഇരിക്കുന്നതിന് ചുറ്റും മലയാണെന്ന്. അപ്പോൾ അവിടുത്തെ കോടയാണത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇവിടുന്ന് ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് പോകും. പൊട്ടറ്റോ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഇവിടെ 8 കിലോ 200 അല്ലെങ്കിൽ 6 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് വിൽക്കുന്നതാണ്. ഭയങ്കര ലാഭമാണ് കേട്ടോ അത്. നല്ല സാധനമാണ് അവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ കോട്ടയ്ക്കലൊക്കെ എത്തിയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ചങ്കുവെട്ടിയിലുള്ള കാരവാനിൽ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ കയറിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 11:30 12 മണിയായി. കുറേ ലേറ്റായി നമ്മൾ എത്തുമ്പോൾ. തിരിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് സാധാരണ ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല കുറേ ആയിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങി. കാരണം എന്താ വെച്ചാൽ അവിടെ വീട്ടിൽ നിന്ന സമയത്ത് എല്ലാ ദിവസവും, അതായത് കളിയുള്ള ദിവസമൊക്കെ കളി കാണുമായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോടൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു ഒരു ആക്സിഡൻറ്റ്. നമ്മളെ പാസ് ചെയ്തു പോയ കാറാണത്. അപ്പം നല്ലൊരെന്ന് പറഞ്ഞാൽ അതായത് ഹെവി ആയിട്ടുള്ളൊരു ആക്സിഡൻ്റാണ്. ഉള്ളിൽ ഡ്രൈവർ സീറ്റിലിരുന്ന ആൾക്ക് അത്യാവശ്യം നല്ല ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പുറം ഇരുന്ന ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതായത് സീറ്റും എല്ലാം കൂടെ ജാമായിപ്പോയി. അങ്ങനെ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇതിലൊരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്, ഇത് കഴിഞ്ഞ് ഒരുപാട് പേർ അവിടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ആരും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഈ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന 2-3 ചേട്ടന്മാർ അത്രയും പറഞ്ഞിട്ടാണ് ഒന്ന് പിടിക്കാനെങ്കിലും അവർ വന്നത് കേട്ടോ. ഇത് കുറേ നേരം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം
2-3 പേരത് ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, അവരെ പുറത്തിറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയും പറ്റുന്നില്ല. ഒരു കുറച്ച് പേരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ചെറുപ്പക്കാർ വന്ന സമയത്ത് അവരെല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ അതിലെ പോയൊരു കാറ് നിർത്തിയിട്ട് എങ്ങനെയൊക്കെയോ ആ ചേട്ടനെ വണ്ടിയിൽ നിന്ന് വലിച്ച് എടുത്ത് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹൈവേ പോലീസൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വിട്ട് വന്നു കേട്ടോ, അവരെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ട്. ഈ ബ്രിഡ്ജിൻ്റെ താഴെ തന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പം നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. പിന്നെ എന്തായി എന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പം ഒരു വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ വീട്ടിലെത്തി. അപ്പം ആ ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെന്നിട്ട് കിടക്കണ്ടാന്ന്. പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ കിടന്നു. പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 11 മണിക്കാണ്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ തലയ്ക്ക് ഒരു ലെവലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇനി കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് നമ്മളെ വീട്ടിലെത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടുള്ള സ്ഥലമാണ്. ചുടല എന്ന് പറയും. ഭയങ്കര കോടയായിരുന്നു. പക്ഷേ കോട കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. റോഡ് കാണുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കോടയായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.